നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരേ സമയം ഒന്നിലധികം ഭാര്യമാരുണ്ടായിരുന്നില്ലെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആകെ 2 വിവാഹമേ ചെയ്തിട്ടുള്ളൂ എന്നുമാണല്ലോ CH മുസ്തഫയുടെ പറച്ചിൽ. ഒരു മനുഷ്യൻ കള്ളം പറയാൻ മാത്രം ഒരുങ്ങിയാൽ അയാളെ പിടിച്ചു കെട്ടാൻ ആർക്കും കഴിയില്ല എന്നുള്ളതാണ് വസ്തുത. ഇവിടെ മുസ്തഫ യഥാർത്ഥത്തിൽ ഖുർആനിനെയും അള്ളാഹുവിനെയും റസൂലിനെയും ഖുർആനിനെയും ഒക്കെ തള്ളുകയും ഖുർആനിൻ്റെ പേരിൽ തനിക്ക് തോന്നിയത് വിളിച്ചു പറയുകയുമാണ് ചെയ്യുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരേ സമയം ഒന്നിലധികം ഭാര്യമാരുണ്ടായിരുന്നുവോ? ഇത് സംബന്ധിച്ച് ഖുർആൻ എന്ത് പറയുന്നു എന്ന് പരിശോധിച്ചാൽ താഴെ പറയുന്ന രീതിയിലാണ് ആ കാര്യം നമുക്ക് ബോധ്യപ്പെടാം. മുസ്തഫ പറഞ്ഞത് ഖദീജ റളിയല്ലാഹു അൻഹ മരിച്ച് 8 വർഷം കഴിഞ്ഞതിന് ശേഷം പിന്നെ മാരിയ, ഇവർ രണ്ടുപേരും മാത്രമേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരായിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെടുത്തി ഖുർആൻ അസ്വാജ് എന്ന് പറഞ്ഞാൽ സൗജ് എന്ന് പറഞ്ഞാൽ ഭാര്യ അല്ലെങ്കിൽ ഇണ. ഒരു മനുഷ്യന് അയാളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന ഭാര്യക്ക് മലയാളത്തിൽ ഭാര്യ എന്നോ ഇണ എന്നോ പറയുന്ന, വേണമെങ്കിൽ പെണ്ണ് എന്നും പറയും. സാധാരണ നമ്മുടെ നാടൻ പ്രയോഗത്തിൽ ഒരു പെണ്ണ്, ഒരു ഭാര്യയെ സംബന്ധിച്ചാണ് ആളുകൾ പെണ്ണുങ്ങൾ എന്ന് പറയാറുള്ളത്. എൻ്റെ പെണ്ണുങ്ങൾ അല്ലെങ്കിൽ അയാളുടെ പെണ്ണുങ്ങൾ എന്നൊക്കെ പറയും. ഇതും ഭാര്യയെ പറ്റിയാണ്. ആ രീതിയിൽ ഖുർആൻ ഇമ്രാൻ്റെ പെണ്ണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇമ്രാത്ത് എന്നതിൻ്റെ ബഹുവചനമാണ് നിസാഇ എന്നുള്ളത്. ഇമ്രാത്ത് എന്നതിന് ഭാഷയിൽ ആ പദത്തിൽ നിന്ന് നേർക്കുനേരെ ബഹുവചനമില്ല. അതിന് പകരം നിസാഇ എന്ന അല്ലെങ്കിൽ നിസ്വത്ത് എന്ന പദമാണ് അതിൻ്റെ ബഹുവചനമായിട്ട് ഉപയോഗിക്കാറുള്ളത്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബോധന ചെയ്തുകൊണ്ട് ഖുർആൻ എന്താണ് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. 8 സ്ഥലങ്ങളിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെടുത്തി അസ്വാജ്, നബിയുടെ ഭാര്യമാർ എന്ന് പ്രയോഗിച്ചിട്ടുള്ളത്. സൂറത്ത് തഹ്രീമിൽ 3 സ്ഥലത്ത് പറഞ്ഞു കാണാം. ഒന്ന്, യാ അയ്യുഹൻ നബിയ്യു ലിമ തുഹർരിമു മാ അഹല്ലല്ലാഹു ലക തബ്തഗി മർളാത അസ്വാജിക്. പ്രവാചകൻ, താങ്കളുടെ ഭാര്യമാരുടെ ഇഷ്ടം പരിഗണിച്ചല്ലെങ്കിൽ ആഗ്രഹിച്ചുകൊണ്ട് അള്ളാഹു താങ്കൾക്ക് അനുവദിച്ചു തന്ന കാര്യം എന്തിനാണ് താങ്കൾ നിഷിദ്ധമാക്കുന്നത് എന്നാണ്. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ 2 ഖദീജയും മാരിയയും അല്ലാത്ത ഭാര്യമാരുണ്ടായിരുന്നില്ല എന്നതാണല്ലോ മുസ്തഫൻ്റെ വാദം. ആ നിലക്ക് മുസ്തഫ പറയുന്ന അനുസരിച്ച് പറയുന്നതിന് ഒരു പ്രസക്തിയും ഇല്ലാന്ന് മാത്രമല്ല, ഇതൊരു വൃഥാ പ്രയോഗമായിട്ട് മാറുകയും ചെയ്യും. ഒന്നാമതായിട്ട് ഈ പ്രശ്നം വരുന്നത് 2 അഭിപ്രായം അനുസരിച്ച് മാരിയയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ്. മാരിയയുമായി ബന്ധപ്പെടുത്തി നബിയുടെ മറ്റ് ഭാര്യമാർ നീരസം പ്രകടിപ്പിച്ചതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് ഇത് പറയുന്നത് തന്നെ. അപ്പോൾ അവിടെ ലിമ തുഹർരിമു മാ അഹല്ലല്ലാഹു ലക തബ്തഗി മർളാത അസ്വാജിക എന്ന് പറയുമ്പോൾ അറബി ഭാഷയിൽ അഖല്ലുൽ ജമ്മ്, ഏറ്റവും ചുരുങ്ങിയ ബഹുവചനം എന്ന് പറഞ്ഞാൽ 3. അപ്പോൾ ഈ ആയത്ത് ഇറങ്ങുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 3 ഭാര്യമാർ, മാരിയ അടക്കം 3 ഭാര്യമാരെങ്കിലും വേണം. എങ്കിലേ തബ്തഗി മർളാത അസ്വാജിക എന്ന് പറഞ്ഞതിന് അർത്ഥം ഉണ്ടാവും. മറ്റൊന്ന്, വൈദ അസറ നബിയ്യു ഇലാ ബഅദി അസ്വാജിഹി, നബി തൻ്റെ ഭാര്യമാരിൽ ഒരാളോട് സ്വകാര്യം പറഞ്ഞു.
അവിടെ ഒരു ഭാര്യയാണുള്ളതെങ്കിൽ ഇത് മാരിജയോടാണ്, ഖദീജയോടല്ലാണുള്ളത് ഉറപ്പാണ്. കാരണം ഈ ആയത്തിറങ്ങുന്നത് മദീന ജീവിതത്തിലാണ്. അപ്പോൾ മാരിജയോടാണെങ്കിൽ വൈദ അസർ നബിയു ഇലാ സൗജത്തിഹി എന്നോ സൗജിഹി എന്നോ പറഞ്ഞാൽ മതി. അതിന് പകരം വൈദ അസർ നബിയു ഇലാ ബാലി അസുവാജിഹി, ഭാര്യമാരിൽ ഒരാളോട് സ്വകാര്യം പറഞ്ഞു എന്നാണ് പറഞ്ഞത്. മറ്റൊന്ന് അസാ റബ്ബുഹു ഇൻ തല്ലഖക്കുന്ന യുബ്ദിലഹു അസുവാജൻ ഖൈറം മിൻകുന്ന. നിങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ വിവാഹമോചനം നടക്കുകയാണെങ്കിൽ, തലാക്ക് ചൊല്ലുകയാണെങ്കിൽ, മുസ്തഫ പറഞ്ഞതനുസരിച്ച് അസുവാജ് പറഞ്ഞാൽ നബിയുടെ ശിഷ്യകളാണ്. ശിഷ്യകളാരും തലാക്കല്ല. ശിഷ്യകളെ തലാക്കല്ല എന്നുള്ളത് പിന്നെ ഭാഷയിലും പ്രയോഗിക്കൂല, ഖുർആനിലും പ്രയോഗിക്കൂല എന്നുള്ള. അപ്പോൾ നിങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തലാക്ക് ഇല്ലാണെങ്കിൽ നിങ്ങളെക്കാൾ ഉത്തമങ്ങളായ അസുവാജ് ഭാര്യമാരെ അള്ളാഹു അദ്ദേഹത്തിന് കൊടുത്തേക്കും എന്നാണ്. അപ്പോൾ നിങ്ങൾ എന്ന് പറയുമ്പോൾ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് രണ്ടിലധികം ഭാര്യമാരുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇനി സൂറത്ത് അഹ്സാബിലാണെങ്കിൽ യാ അയ്യുഹൻ നബിയ്യു ഇന്നാ അഹ്ലൽനാ ലക അസ്വാജക അല്ലാത്തി ആതൈത ഉജൂറഹുന്ന. ഖുർആൻ അജ്ർ എന്ന പദം പെണ്ണുങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി മഹറിനാണ് പറഞ്ഞിട്ടുള്ളത്. താങ്കൾ മഹർ കൊടുത്ത് വിവാഹം ചെയ്ത പെണ്ണുങ്ങളെ താങ്കൾക്ക് അനുവദിച്ചു തന്നിരിക്കുന്നു എന്നാണ്. ഇവിടെ ഇന്ന അഹ്ലൽനാലക അസുവാജക്ക, താങ്കളുടെ ഭാര്യമാരെ താങ്കൾക്ക് അള്ളാഹു അനുവദിച്ചു തന്നിട്ടുണ്ട്. അല്ലാത്തി ആത്തയിത്ത ഉജൂറഹുന്ന, താങ്കൾ മഹർ കൊടുത്ത് വിവാഹം ചെയ്ത ഭാര്യമാരെന്ന് വളരെ വ്യക്തമായിട്ടാണ് പറയുകയാണ്. അപ്പോഴും അവിടെ രണ്ടിലധികം ഭാര്യമാർ വേണം. യാ അയ്യുഹൻ നബിയ്യു ഖുല്ലി അസുവാജിക വബനാതിക വനിസാഇൽ മുഅ്മിനീൻ. പ്രവാചകൻ താങ്കളുടെ ഭാര്യമാരോടും താങ്കളുടെ പെൺമക്കളോടും മുഅ്മിനുകളുടെ ഭാര്യമാർ അല്ലെങ്കിൽ അവരുടെ സ്ത്രീകൾ അവരോടും പറയുക. ഇവിടെയും ഖുല്ലി അസുവാജിക എന്ന് പറയുമ്പോൾ രണ്ടിലധികം ഭാര്യമാർ ഏതായാലും വേണം. മറ്റൊന്ന് വലാ അൻ തൻകിഹു അസുവാജഹു മിൻ ബഅദിഹി. നബിയുടെ ശിഷ്യകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചു കഴിഞ്ഞാൽ നബിയുടെ ശിഷ്യകളെ വിവാഹം ചെയ്യാനുള്ളത് തെറ്റല്ല. നബിയുടെ ഭാര്യമാരെ വിവാഹം ചെയ്യാൻ പാടില്ല എന്നാണ് ഖുർആൻ പറഞ്ഞത്. അപ്പോൾ അവിടെ വലാൻ തൻകിഹു അസുവാജഹു, അദ്ദേഹത്തിൻ്റെ ഭാര്യമാരെ വിവാഹം ചെയ്യാൻ നിങ്ങൾക്ക് അനുവാദമില്ല എന്ന്. നബിൻ്റെ ശിഷ്യകളാണല്ലോ സഹാബി വനിതകളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശിഷ്യകളാണ്. അവർ പലരും പലരുടെയും ഭാര്യമാരാണ്. ഭാര്യമാരല്ലാത്ത ആളുകളെ പിന്നീട് വേണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കുമ്പോഴും അല്ലാത്തപ്പോഴും ഒക്കെ മറ്റുള്ളവർക്ക് വിവാഹം ചെയ്യാം. വസുവാജുഹു ഉമ്മഹാത്തുഹും, അവിടെയും നബിയുടെ അസുവാജ് അവരുടെ ഉമ്മമാരാണ്. നബിയുടെ ശിഷ്യകൾ, എല്ലാ ശിഷ്യകളും സഹാബി വനിതകളൊക്കെ മുഅ്മിനുകളുടെ ഉമ്മഹാത്താണ് എന്ന് ഖുർആൻ എവിടെയും പറയുന്നില്ല. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരെ പറ്റിയാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി നിസാഇ എന്നത് രണ്ട് സ്ഥലത്താണ് ഖുർആൻ പ്രയോഗിച്ചത്. യാ നിസാ അൻ നബിയ്യി മൻ യഅതി മിൻകുന്ന ബിഫാഹിഷത്തിൻ മുബയ്യിന. നബിയുടെ ഭാര്യമാരെ, നബിയുടെ ശിഷ്യകൾ പിന്നെ ഈ പറയുന്ന രീതിയിൽ വ്യക്തമായിട്ടുള്ള ഫാഹിഷത്ത് വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ ഇരട്ടി ശിക്ഷ എന്നുള്ളത് ഖുർആൻ എവിടെയും പറഞ്ഞിട്ടില്ല. നബിയുടെ ഭാര്യമാരെ സംബന്ധിച്ചാണ് പറഞ്ഞത്. അതുപോലെ ആ നിസാൻ നബി ലസ്തുന്ന കാഹദി മിനൻ നിസായി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരെ നിങ്ങൾ മറ്റ് സ്ത്രീകളെ പോലെയല്ല എന്ന് പറയണം. അവിടെയും യാ നിസാ എന്നതിന് മുസ്തഫ പറയുന്നത് ശിഷ്യകൾ എന്നാണ്. ഇവിടെയൊക്കെ വിശുദ്ധ ഖുർആൻ പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരെ സംബന്ധിച്ചാണ്. ഇനി സൗജ് എന്നത് ഖുർആന് ചില പ്രത്യേക സന്ദർഭങ്ങളിൽ, അതായത് കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് അതുപോലെ തന്നെ കന്നുകാലികളുമായൊക്കെ ബന്ധപ്പെട്ട് ചില രംഗങ്ങളിൽ അസുവാജ് പ്രയോഗിച്ചത് മാറ്റി നിർത്തിയാൽ ഖുർആൻ മിക്കവാറും സ്ഥലങ്ങളിൽ അസുവാജ് എന്ന് പ്രയോഗിച്ചിട്ടുള്ളത് സൗജ്, അസുവാജ് എന്ന് പ്രയോഗിച്ചത് ഭാര്യമാരിൽ എന്നുള്ള അർത്ഥത്തിലാണ്. ആദം നബി അലൈഹി സ്വലാമിനെ സ്വർഗത്ത് കടത്തുമ്പോൾ ഉസ്കുൻ അന്തവ സൗജുക്ക, നീയും നിൻ്റെ ഇണയും നിൻ്റെ ഭാര്യയും എന്നല്ലാതെ അവിടെ നിൻ്റെ ശിഷ്യ എന്ന് പറയാൻ ഒരിക്കലും പറ്റില്ല. ഇനി സൂറത്ത് അഹ്സാബിൽ തന്നെ ലിയുദ്ഹിബ അൻകും അഹ്ലൽ ബൈത്തി
ഇന്നമാ യുരീദുല്ലാഹു യുദ്ഹിബ അൻകും അഹ്ലൽ ബൈത്തി വയുതഹിറക്കും തത്ഹീറ. ഇന്നമാ യുരീദുല്ലാഹു യുദ്ഹിബ അൻകും റിജ്സ, നിങ്ങളിൽ നിന്ന് റിജ്സ് മ്ലേച്ഛത നീക്കിക്കളയാനാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത്. വയുതഹിറക്കും തത്ഹീറ, നിങ്ങളെ വിശുദ്ധരാക്കാനും. അവിടെ അഹ്ലുൽ ബൈത്ത് എന്ന് പറയുന്നത് ആരെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ആ പ്രയോഗം പറയുന്നത്. അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലി, ഫാത്തിമ, ഹസൻ, ഹുസൈൻ ഇവരെ ഒരു പുതപ്പിൻ്റെ ഉള്ളിലാക്കിയിട്ട് അള്ളാഹുവിനോട് ഹൗലായി അഹ്ലി ബൈത്തി എന്ന് പറഞ്ഞിട്ട് അവരെ കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയുടെ കുടുംബത്തിൽ ഉൾപ്പെടുത്തി എന്ന് പറഞ്ഞു. നേർക്കുനേരെ യുദ്ഹിബ അൻകും അഹ്ലൽ ബൈത്തി എന്ന് പറഞ്ഞാൽ നബിയുടെ ഭാര്യമാരെ സംബന്ധിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് ഉദ്കുർണമായ ഇഖ്തിലാഫി ബുയൂത്തികുന്ന, അവിടെയും ബഹുവചനാണ് പ്രയോഗിച്ചത്. നിങ്ങളുടെ വീടുകളിൽ, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീടുകളിൽ ഓതപ്പെടുന്ന ആയത്തുകൾ, അള്ളാഹുവിൻ്റെ ആയത്തുകളും ഹിക്മത്തും നിങ്ങൾ പഠിക്കണം, ഓർക്കണം. ഉദ്കുർന എന്നവരോട് പറയുന്നു. നിങ്ങളുടെ വിശുദ്ധ ഖുർആനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരേ അവസരം ഒന്നിലധികം ഭാര്യമാരുണ്ടായിരുന്നു. ഒന്നിലധികം അല്ല, രണ്ടിലധികം. എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബഹുഭാര്യത്വം സ്വീകരിച്ചിരുന്നു എന്നാണ് ഖുർആൻ പറയുന്നത്. ഇനി സൂറത്ത് അഹ്സാബിൽ തന്നെ അള്ളാഹു നേർക്കുനേരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് താങ്കൾക്ക് നാം വിവാഹം ചെയ്ത് തന്നു എന്ന് പറയുന്നുണ്ട് ഒരു സ്ത്രീയെ സംബന്ധിച്ച്. ആ സ്ത്രീ ആരായിരുന്നു എന്നുള്ളത് ഖുർആൻ തന്നെ വളരെ വ്യക്തമാക്കുന്നുണ്ട്. സെയ്ദ് എന്ന് പറയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളർത്തിയ ഖദീജ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകുകയും അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളർത്തുപുത്രൻ സെയ്ദ് ബിൻ മുഹമ്മദ് എന്ന പേരിൽ വിളിക്കപ്പെട്ടിരുന്ന സെയ്ദ്, ആ സെയ്ദ് സൈനബിനെ വിവാഹം ചെയ്യുകയും സെയ്ദ് വിവാഹമോചനം നടത്തിയതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൈനബിനെ വിവാഹം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. മാരിജ ഒരിക്കലും സെയ്ദിൻ്റെ ഭാര്യയായിരുന്നില്ല. മാരിജയെ മുഖൗഖിസ് ഈജിപ്തിൽ നിന്ന് കൊടുത്തയച്ചതാണ്. ഇവിടെ സവ്വജിനാകഹ ലികൈലാ യകൂന അലൽ മുഅ്മിനീന ഹറജുൻ ഫി അസ്വാജി അദ്ഇയായിഹിം, സത്യവിശ്വാസികൾക്ക് അവരുടെ വളർത്തുപുത്രന്മാരുടെ ഭാര്യമാരെ അവർ വിവാഹമോചനം ചെയ്തതിൽ പിറകെ ആ ഭാര്യമാരെ, അവരുടെ വളർത്തുപുത്രന്മാർ വിവാഹമോചനം ചെയ്ത സ്ത്രീകളെ വിവാഹം ചെയ്യുക എന്നത് തെറ്റല്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി സൈനബിനെ താങ്കൾക്ക് നാം വിവാഹം ചെയ്തു തന്നിരിക്കുന്നു എന്ന് പറയുന്നത് ഖുർആനാണ്. ഇവിടെ മുസ്തഫ ഇതും തള്ളിപ്പറയാണ് ചെയ്യുന്നത്. കാരണം മാരിജയും ഖദീജയും മാത്രമേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരായിട്ടുണ്ടായിരുന്നുള്ളൂ എന്ന് പറയുമ്പോൾ സൈനബിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയായിട്ട് അംഗീകരിക്കാൻ പറ്റില്ല എന്നാണ് മുസ്തഫ പറയുന്നത്. അല്ലെങ്കിൽ മുസ്തഫ ഖുർആൻ പഠിച്ചിട്ടില്ല എന്ന് പറയണം. പഠിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഏതോ ഒന്ന് രണ്ട് ആയത്തെടുത്തിട്ട് തനിക്ക് തോന്നുന്നൊരർത്ഥമായിട്ട് പറഞ്ഞിട്ട് ബാക്കിയുള്ളതൊക്കെ തള്ളിപ്പറയാണ് ഇവിടെ മുസ്തഫ ചെയ്യുന്നത്. ഇനി നമ്മൾ ചിന്തിച്ച് നോക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒന്നിലധികം ഭാര്യമാരെ സ്വീകരിക്കുക, ബഹുഭാര്യത്വം സ്വീകരിക്കുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റസൂൽ, അള്ളാഹുവിൻ്റെ ദൂതൻ എന്ന അവസ്ഥക്ക് എന്ത് ഭംഗാണ് വരുത്താൻ പോണത്? ഒരു ഭംഗവും വരുത്താൻ പോകുന്നില്ല. എന്ന് മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബഹുഭാര്യത്വം സ്വീകരിച്ചുകൊണ്ട് ഈ ഭാര്യമാരോടൊക്കെ നീതിപൂർവകമായിട്ട് എങ്ങനെ പെരുമാറണം എന്നുള്ളത് കാണിച്ചു കൊടുക്കുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമൂഹത്തെ പഠിപ്പിക്കുന്ന നീതിയുടേതായിട്ടുള്ള ഒരു സമീപനം കൂടിയാണ്. ആ നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒന്നിലധികം അല്ലെങ്കിൽ ബഹുഭാര്യത്വം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് വരിക. അപ്പോൾ ചരിത്രവും ഹദീസുകളും ചരിത്രവും ഖുർആനും, ഒന്നാമത്തേത് ഖുർആനാണ്, രണ്ടാമത്തേത് ഹദീസാണ്, മൂന്നാമത്തേത് ചരിത്രമാണ്. ഇത് മൂന്നും അംഗീകരിച്ചിട്ടുള്ള ഒരു സംഗതിയെയാണ് ഇവിടെ മുസ്തഫ തോന്നിയതുപോലെ തള്ളിപ്പറയുന്നത്. അപ്പോൾ ഒന്നുകിൽ സമൂഹത്തിൽ പേരെടുക്കാൻ വേണ്ടി എന്തൊക്കെയോ വിളിച്ചു പറയുന്നു, അതല്ലെങ്കിൽ ഖുർആൻ തെറ്റായിട്ട് മനസ്സിലാക്കിയിട്ട് വിളിച്ചു പറയുന്നു. ഇതാണ് യഥാർത്ഥത്തിൽ മുസ്തഫയുടെ കാര്യത്തിൽ സംഭവിക്കുന്നത്. പിന്നെ നിസാ, ഇമ്രാത്ത്, അസുവാജ്
ഏത് അറബി ഭാഷയിൽ നിന്ന് മാത്രമല്ല, ഏത് ഭാഷയിലായാലും ഒരു പദം അത് ഏതൊരർത്ഥത്തിനാണോ ആ ഭാഷയിൽ ഉപയോഗിക്കുക, അതിൽ നിന്ന് വ്യത്യസ്തമായ മറ്റൊരർത്ഥത്തിന് അത് പ്രയോഗിക്കണമെങ്കിൽ അതിന് തെളിവ് വേണം. തെളിവ് ഒന്നുകിൽ നേർക്കുനേരുള്ള തെളിവ് വേണം, അല്ലെങ്കിൽ സാന്ദർഭികമായിട്ടുള്ള തെളിവെങ്കിലും വേണം. ഈ രണ്ട് തെളിവില്ലാതെയാണ് മുസ്തഫ തോന്നിയതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒന്നിലധികം വിവാഹം ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ 2 വിവാഹമേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുള്ളൂ എന്ന് തട്ടിവിടുന്നത്. ഇങ്ങനെ ഖുർആനിക വിരുദ്ധമായി ഇവിടെ മുസ്തഫകൾക്കുള്ള സൗകര്യം എന്താ പറഞ്ഞാൽ, മുസ്തഫ പറഞ്ഞത് അതേപടി അണ്ണാക്ക് തൊടാതെ വിഴുങ്ങുന്ന ചില ആളുകളുണ്ട്. അവർ ഒരിക്കലും മുസ്തഫയെ ചോദ്യം ചെയ്യൂല. ഓ, മഹാനാർ എത്ര വലിയ പണ്ഡിതനാണ്, കണ്ടില്ലേ, കാര്യം വെട്ടിത്തുറന്ന് പറയുന്നു. അതായത് തനി തോന്നിവാസവും തനി വിഡ്ഢിത്തവുമാണ് ഈ പറയുന്നത്. വിവരമില്ലാത്തവർക്ക് ഇതൊക്കെ വലിയ മഹത്തായിട്ടുള്ള വസ്തുതകളായിട്ട് യാഥാർത്ഥ്യങ്ങളായിട്ട് തോന്നാന്നുള്ളതാണ്. ആ കയ്യടി വാങ്ങിയിട്ട് സുഖിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇവിടെ മുസ്തഫ ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ മുസ്തഫ നേർക്കുനേരെ ചെയ്യണത് ഹദീസിനെയും ചരിത്രത്തെയും മാത്രമല്ല തള്ളിപ്പറയുന്നത്, അള്ളാഹു അവതരിപ്പിച്ച ഖുർആനെ പോലും തള്ളിപ്പറയുന്നു എന്നുള്ളതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ മുസ്തഫ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? വസ്തുതയെ വളച്ചൊടിക്കാമെന്നും പറഞ്ഞുകൂടതിന്. വസ്തുതയെ നേർക്കുനേരെ തള്ളിപ്പറയുക, എന്നിട്ട് തനിക്ക് തോന്നിയത് എന്തൊക്കെയോ വിളിച്ചു പറയുക, അതിനെ വലിയൊരു കാര്യമായിട്ട് സമൂഹത്തിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ മൂപ്പർക്ക് പേര് കിട്ടാൻ വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ.